ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിൻ്റെ വിധികൽപ്പനകളെ, നിയമനിർദ്ദേശങ്ങളെ പൂർണ്ണമായും പാലിച്ച് സൂക്ഷിച്ച് തക്കവയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്തു ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ കുറേ അവയവങ്ങൾ കൂടിച്ചേർന്ന ഒരു സൃഷ്ടിയാണ്. ബാഹ്യമായ കുറേ അവയവങ്ങളുമുണ്ട്, ആന്തരികമായ കുറേ അവയവങ്ങളുമുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് തകരാറ് സംഭവിക്കുമ്പോൾ മനുഷ്യൻ രോഗിയായി മാറും. എല്ലാ അവയവങ്ങളും പൂർണ്ണമായി ഒരുപോലെ പ്രയാസങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കാണ്, അയാളെയാണ് ആരോഗ്യവാൻ എന്ന് പറയാം. മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിൽ ശരീരത്തിന് ആരോഗ്യം ആവശ്യമാണ്. എല്ലാ അവയവങ്ങളും പൂർണ്ണ ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നു. എല്ലാ അവയവങ്ങളും, ഉള്ളിലെ അവയവങ്ങളും പുറമെയുള്ള അവയവങ്ങളും എല്ലാം ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നു. ഒരു തകരാറുമില്ല. ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നാൽ പിന്നെ മറ്റുള്ള അവയവങ്ങളുടെ ആരോഗ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. എല്ലാം വെറുതെയായി. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി എല്ലാം പോയി, എല്ലാ അവയവങ്ങളും തകരാറിലായി, ബ്രെയിൻ ഡെത്തായി, ഉള്ളിലെ അവയവങ്ങളൊക്കെയും പോയി, എല്ലാം പോയി. ഹൃദയത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കിയുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെയും ജീവിക്കും. എല്ലാം പോയിട്ടും ഹൃദയത്തിന്റെ മിടിപ്പുണ്ടോ, അവൻ ജീവിക്കും. എല്ലാം ഉണ്ട്, പക്ഷേ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നാൽ അത് പോയി. അപ്പൊ നമ്മളെ ശരീരത്തിൽ എന്തിനാണ് പ്രാധാന്യം? ഏത് അവയവത്തിനാ പ്രാധാന്യം? ഖൽബിനാണ്. ആ ഖൽബിനെ കുറിച്ചാണ് ഏതാനും ഖുതുബകളിൽ നമ്മൾ പറഞ്ഞു വരുന്നത്. അള്ളാഹു അതിലേക്കാണ് നോക്കുക. നമ്മുടെ ശരീരത്തിന്റെ ആകാര വടിവിലേക്കും നമ്മളെ മറ്റുള്ള അവയവങ്ങളിലേക്കൊന്നുമല്ല. ഇന്നല്ലാഹു യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിലെ ഖൽബിലേക്ക് നോക്കും. അത് നന്നായാൽ മനുഷ്യൻ നന്നായി, അത് കേടുവന്നാൽ മനുഷ്യൻ കേടുവന്നു. റസൂലുള്ളാഹി പറഞ്ഞതാണ്, അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. ഇപ്പൊ വളരെ പ്രധാനമാണ്. ഈ ഹൃദയത്തിന്റെ മിടിപ്പ് നിൽക്കുന്ന ഒരു ദിവസം നമ്മളൊക്കെ കാത്തിരിക്കുക. ആ ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിച്ചാൽ നമ്മുടേതൊക്കെ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മുടേതല്ലാതെയായിട്ട് മാറി. എങ്കിൽ ഹൃദയം തന്ന റബ്ബ് എന്താണ് ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞത് അത് നമ്മൾ അറിയണം. 22 തരം കൽബുകളെ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞു, അത് നമ്മൾ കേട്ടു, മനസ്സിലാക്കി. ഇനി നമുക്കുണ്ടാകേണ്ട നമ്മളെ കൽബ് 12 തരം കൽബ്. അതിൽ 6 കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചു. ഇനി 6 നമ്മൾ അറിയണം. അതിൽ 7ാമത്തേത്, 12 6 പറഞ്ഞു. 7ാമത്തേത് ഹൃദയത്തിലെ റഅഫത്തും റഹ്മത്തുമാണ്. അള്ളാഹു പറയണേ, വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഊഹു റഅഫത്തൻ വറഹ്മ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഈസാ നബിയെ പിന്തുടരുന്നവർ ആരാണ്? ഈസാ നബിയെ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ആളുകൾ, ഈസാ നബി ഇത്തിബാഇ ചെയ്യുന്നവർ, ഈസാ നബിനെ ആരാധിക്കണവരല്ലോ. ഈസാ നബിയെ പിന്തുടരുന്നവർ, ഈസാ നബിയെ ഇത്തിബാഇ ചെയ്യുന്നവരുടെ സ്വഭാവം അല്ലാഹു പറയാ, വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഊഹു. ആ ഈസാ നബിയെ ഇത്തിബാഇ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ നാം ഉണ്ടാക്കി റഅഫത്തൻ വറഹ്മ, ദയയും കാരുണ്യവും ഉണ്ടാക്കി. അപ്പൊ ദയയും കാരുണ്യവുമുള്ള കൽബായിരിക്കണം നമ്മളെ കൽബ്. ഇന്ന് നമുക്കറിയാം, ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയങ്കരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാധാരണ നടക്കാറുണ്ട്. അവരെ പറ്റിയാണ് പൊതുവെ, പള്ളിയിലച്ചന്മാരെ പറ്റിയും പാതിരിമാരെ പറ്റിയൊക്കെ അവർ ഭയങ്കര സ്നേഹത്തിന്റെ ആൾക്കാരാണ്. അവർ ഭയങ്കര കൃപയുടെ ആളുകളാണ്. അവര് ദൈവമാണ്, സ്നേഹം എന്നൊക്കെ കണ്ട് പറയും. അപ്പൊ അവരെയാണ് സ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് പൊതുവെ അതിന്റെ ഒരു പൊതുവിതരണ ആളുകളായിട്ട് സ്വാഭാവികമായും ആളുകൾ കണ്ടുവരാറുള്ളത്. എന്നാൽ അള്ളാഹ് പറയാണ്, അവർക്കല്ല അത് വേണ്ടത്.
കാരണം എന്താ അറിയോ, ഈസാ നബിയെ ഇത്തിബായി ചെയ്യുന്നതിന് പകരം ഈസാ നബിക്ക് ഇബാത്ത് ചെയ്യുന്ന ആൾക്കാരെ പോലെ പ്രവാചകന്മാരെ ഇത്തിബായി ചെയ്യണം, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹിനെ ഇബാദത്തും ചെയ്യണം. ഇബാദത്തിന് പകരം ഇത്തിബായിന് പകരം ഇബാദത്ത് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ പറ്റി നമ്മൾ ആലോചിക്കുക. ഇത്തിബായി ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഇത്തിബായി ചെയ്യും, ക്രിസ്ത്യാനികളെ ഇബാദത്ത് ചെയ്യാണ് ഇന്നത്തെ ഭൂരിപക്ഷം. എങ്കിൽ സഹോദരങ്ങളെ, ഈസാ നബി ഇത്തിബായി ചെയ്യുന്നവല്ല, മുസ്ലിമീങ്ങൾ ഇബാദത്ത് ചെയ്യണമല്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞ ഈ ഇത്തിബായി ചെയ്യുന്ന ഈ റഅഫത്തും റഹ്മത്തും ഞമ്മക്കാ വേണ്ടത്. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഊഹു റഅഫത്തൻ വറഹ്മ. റഅഫത്തും റഹ്മത്തും നമുക്കാണ് വേണ്ടത്. സ്നേഹം, കാരുണ്യം, ഇതൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇതിനോട് ചേർന്ന് അള്ളാഹു പറഞ്ഞ 8ാമത്തെ വിഭാഗം ഹൃദയം മുഅല്ലഫത്തുൽ ഖുലൂബാണ്. നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടൊരു വാക്കാ മുഅല്ലഫത്തുൽ ഖുലൂബ്. അതാരാ? ഇത് ചേർത്ത് പറയാൻ കാരണം നമുക്കറിയാം, ഇന്ന് ഈ മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പല അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞ ഇത്തരം ആളുകൾ ഒരുപാട് മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ മതപരിവർത്തനം ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതൊക്കെയും എങ്ങനെ? ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, ദീന് പറഞ്ഞു കൊടുത്തോ ദീന് പഠിപ്പിച്ചു കൊടുത്തോ അല്ല, മറിച്ച് എങ്ങനെയാണ് അവർ നടത്തിയത്? ഇതുപോലെയുള്ള സ്നേഹം, കൃപ, ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ട്, കാരുണ്യം, ഒരു ഭവനം വീട് വെച്ചു കൊടുക്കുക, കല്യാണം നടത്താൻ കഴിയാത്ത പെൺകുട്ടികൾക്ക് സ്വർണ്ണങ്ങൾ കൊടുക്കുക, അവരെ കല്യാണം നടത്തുക, വീട് വെച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവർ ഈ ആളുകൾ നടത്തിയിട്ട് പലരെയും അവർ കൊണ്ടുപോയി മുസ്ലിമീങ്ങളിൽ നിന്നും വലിയൊരു വിഭാഗം പോയിട്ടുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളോട് പറയാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് ഞമ്മക്കാരാ? മുഅല്ലഫത്തുൽ ഖുലൂബ് ആരാന്ന് ചെറിയൊരു മദ്രസയിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചവർക്ക് വരെ അറിയാം. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ സക്കാത്തിന് അവകാശികൾപ്പെട്ട അവകാശികളാണ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്നവർ, ചേർത്ത് നിർത്തിയവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതാരാണ്? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. മറ്റ് പല മതങ്ങളിലായി ജനിച്ചു വളർന്ന് ഇസ്ലാമിലേക്ക് അവരങ്ങനെ ജീവിച്ച് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായി, മുസ്ലിമീങ്ങളെ പറ്റി മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരാൻ നബിക്ക് എന്തെങ്കിലും കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്നോ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ നബിന്റെ കയ്യിൽ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നു. പട്ടിണിയല്ലായിരുന്നു നബിക്ക്, ദാരിദ്ര്യമല്ലായിരുന്നു നബിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നത്? അതൊക്കെ മുഅല്ലഫത്തുൽ ഖുലൂബല്ലേ? ഈ വന്ന ആൾക്കാരൊക്കെ മുഅല്ലഫത്തുൽ ഖുലൂബ. എങ്ങനെ വന്നത്? റഅഫത്തും റഹ്മത്തുമാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങൾ കേട്ടൊരായത്തുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ്. അപ്പൊ നബിയുടെ ആ ഹൃദയത്തിലെ നബിയുടെ സ്നേഹവും കാരുണ്യവും ഇതൊക്കെയായിരുന്നു ആളുകളെ ആകർഷിച്ചത്. നബിന്റെ സ്വഭാവം, പെരുമാറ്റമായിരുന്നു. നമ്മളെ കീശയിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിലും നമ്മുടെ പെരുമാറ്റം കണ്ട് ഈ ദീനിനെ ആൾക്കാർ മനസ്സിലാക്കണം. അതിന് നമുക്കൊരു ഹൃദയം ആവശ്യമാണ്. ഈ ഹൃദയത്തിൽ നിറയെ പകയും വിരോധങ്ങളും ശത്രുതയും ഒക്കെ വരിച്ചിട്ടാണ് ഈ നമ്മളെ കൽബെങ്കിൽ മുഅല്ലഫത്തുൽ ഖുലൂബ് ഉണ്ടാവൂല. ഇങ്ങോട്ടാരും വരൂല. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ ഉണ്ടാവൂല. ഇപ്പൊ സഹോദരങ്ങളെ, 12 കൽബുകളിൽ 7ാമത്തത് റഅഫത്തും റഹ്മത്തുമുള്ള കൽബാണ്. 8ാമത്തത് മുഅല്ലഫത്തുൽ ഖുലൂബ്. അതെങ്ങനെയെന്ന് അറിയങ്ങളെ, നമ്മൾ മറ്റുള്ളവരോട് ആ ഒരു ഇൽഫത്ത് ഉണ്ടാകുമ്പോൾ നമ്മളും അതാകും. അത് ഇങ്ങോട്ട് വന്നോൽക്ക് മാത്രമല്ല, അവരെ സ്വീകരിച്ചോൽക്കും ആ അവസ്ഥ ഉണ്ടാകണം. ആയത്ത് നിങ്ങൾക്കറിയാം, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹ് നിങ്ങൾക്ക് തന്ന നിഅമത്ത് ഓർക്കണം. ഇത് കുൻതും അഅദാഅൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളെ കൽബുകൾ തമ്മിൽ നാം കൂട്ടിയിണക്കി തന്നു. നബിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നില്ലേ? അബൂ സുഫിയാൻ. ആരാ അബൂ സുഫിയാൻ? പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അബൂ സുഫിയാനെ നമ്മൾ എവിടെ കേൾക്കണത്? അബൂ സുഫിയാനെ കേൾക്കണം ഇസ്ലാമിന്റെ ശത്രുവിന്റെ ഭാഗത്താ. അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടുണ്ട്, മരിക്കണ മുമ്പ് മതത്തിൽ ചേർന്നിട്ടുണ്ട്. റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എത്ര സഹാബികള്. ഹിന്ദ്, ഹംസ റളിയല്ലാഹു തആല അൻഹയുടെ
കരള് കടിച്ചു തുപ്പാൻ വേണ്ടി വഹ്ഷിക്ക് പണം കൊടുത്ത് ഏർപ്പാടാക്കിയ 2 പേര് മുസ്ലിമായി. അവസാനം വഹ്ഷി മുസ്ലിമായി, ഹിന്ദു മുസ്ലിമായി. റളിയല്ലാഹു അൻഹും. ഇവരൊക്കെ എന്തുകൊണ്ടിട്ടാ വന്നത്? അപ്പൊ സഹോദരങ്ങളെ, മുഅല്ലഫത്തുൽ ഖുലൂബാണ് 8. 9 ഹൃദയത്തിന്റെ അലങ്കാരമാണ് സീനത്തുൽ ഖുലൂബ്, ഭംഗിയുള്ള ഹൃദയം. നമ്മള് ശരീരം ഭംഗി കൂട്ടും. ഇപ്പൊ സൗന്ദര്യവർദ്ധക ഈ വസ്തുക്കളുടെ ദോഷത്തെക്കുറിച്ച് പറയുന്നതാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ 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 കുട്ടികൾക്ക് വരെ ഇന്ന് മാരകമായ രോഗങ്ങൾ, ശരീരത്തിന് ചർമ്മരോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആ ചർമ്മരോഗങ്ങൾ ചിലത് മനുഷ്യന്റെ ആന്തരികമായ അവയവങ്ങളെ ബാധിക്കുന്നതാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും. ഇത് ഏതെങ്കിലും ഖുർആന്റെ ആയത്തോ ഹദീസോ അല്ല, ഇതിനെക്കുറിച്ച് പഠിച്ച ശാസ്ത്രമാ, ഡോക്ടർമാരാ പറയണത്. ചുണ്ടിൽ തേക്കുന്ന ചായം, മുഖത്ത് പരട്ടുന്ന ചായം, ഇതൊക്കെ മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന കണക്ക്. ഏത് ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കൊക്കെ ഇപ്പൊ ആണുങ്ങളടക്കം ഈ കോലത്തിലാണ് നടക്കുന്നത്. പെണ്ണുങ്ങൾ പുറത്തു പോകുന്ന പോലെയാണ് ആണുങ്ങൾ വരെ പുറത്തു പോകുന്ന ചെറുപ്പക്കാർക്കെല്ലാം വർദ്ധിച്ചു വരികയാണ് ഇത്തരം കാര്യങ്ങൾ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യനെ, ഒരു മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാകേണ്ടത്. അതാണ് സീനത്തുൽ ഖുലൂബ്. ഹൃദയത്തിന് ഭംഗി ഉണ്ടാകണം. ഹൃദയം ദുഷിച്ചതാണെങ്കിൽ പുറം മോടി എത്ര ഭംഗി കൂട്ടിയിട്ടും കാര്യമില്ല. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. പണ്ട് ചെറുപ്പക്കാരാണെങ്കിൽ ഇപ്പം രക്ഷിതാക്കളടക്കം മകന്റെ മുഖം എങ്ങനെയെന്ന് പോലും നോക്കില്ല. ചില പെൺകുട്ടികളെ 20, 30 ചെറുപ്പക്കാർ വന്ന് കണ്ടിട്ട് പറ്റാതെ പോയി, കുടുംബം വിഷമം. ഒരാള് പെൺകുട്ടിനെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ സംഘം എത്ര വീട്ടുകാരുണ്ടെന്നറിയോ? നല്ല ഖുർആൻ പഠിച്ചവർ, ദീന് പഠിച്ചവർ, നല്ല പെൺകുട്ടികൾ. കുറച്ച് നിറം കുറഞ്ഞതിന്റെ പേരിൽ, സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് അറിയങ്ങള്. ഇപ്പൊ വലിയ പരാതി ഇപ്പൊ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ളതാ. ഇപ്പത്തെ വലിയ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത അവസ്ഥ എത്തുന്ന. ഏതിനാ കിട്ടാത്ത ഇരങ്ങള്? കിട്ടായ്മൊന്നുമല്ല, ഇപ്പൊ അറിഞ്ഞതിനെ കിട്ടണില്ല എന്നുള്ളതാ. കാരണം ഇവന് ബൈക്കിന്റെ ബാക്ക്, ഇവന്റെ കോൽ എന്തായാലും വേണ്ടില്ല. ഇവനെ കൊണ്ടുപോകാനും ഫോട്ടോ ഷൂട്ട് ചെയ്യാനും കടപ്പുറത്ത് കൊണ്ടാകാനും പാലത്തിന് മേലെ കൊണ്ടാകാനും എന്നിട്ട് ഫോട്ടോ എടുക്കാനും സോഷ്യൽ മീഡിയയിൽ വിടാനും ഇതിന്റെ ഇങ്ങനെ ഈ സംഗതികൾ ഇങ്ങനെ പ്രചരിപ്പിക്കാനൊക്കെ ഇത് മുഴുവൻ ആൾക്കാരെ മുന്നിൽ കാണിക്കുകയാണല്ലോ. ഒരു കല്യാണം നടന്നാൽ എന്താ നമ്മുടെ നാട്ടില് ചെറുപ്പോൻ ഇറങ്ങണതും ഓള് വരണതും, എന്നിട്ട് ആ 4 മറ്റേ പണ്ടത്തെ ഈ ശബരിമലന്റെ ആൾക്കാർ പോകുമ്പോൾ വെളിച്ചപ്പാടിന് കൂടിയ 4 സാധനം പിടിച്ചു കൊണ്ടുപോകും. അതിന്റെ ഉള്ളിൽ അതേമാതിരി സാധനം പിടിച്ചു കൊണ്ടുപോകലും, പടക്കം പൊട്ടിക്കലും, അതുപോലെ തന്നെ തോരണം തൂക്കലും, ഇത് തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. സ്പ്രേ ചെയ്യലും, ഇതൊക്കെ വീഡിയോയിൽ. ഇതൊക്കെ എന്തിനാ? എല്ലാം വീഡിയോയിൽ പിടിച്ചിട്ട് ഒക്കെ പ്രചരിപ്പിക്കുകയാണ്. സ്റ്റാറ്റസ് വെക്കലും പ്രചരിപ്പിക്കലും. ഒരു കല്യാണം, ആ ആണിനും പെണ്ണി ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ കണ്ട് ഓളെ സൗന്ദര്യം കാണണം, ചൊറുക്ക് കാണണം. ഇതാണ് ആവശ്യം. അങ്ങനത്തെ ഒന്നിനെ നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് സഹോദരങ്ങളെ, ആ ചായ കണ്ട് പോകും, ആ മേക്കപ്പൊക്കെ പോകും, ആ അലങ്കാരങ്ങളൊക്കെ പോകും. ആ അന്നിട്ട ഡ്രസ്സ് പിന്നെ ഒരു വട്ടം പോലും ഇടാൻ പറ്റാത്തതാ. പലതും വാടകയ്ക്ക് എടുക്കലാ. ഇനി വരാൻ പോണ കാലം അങ്ങനെ തന്നെ. പല രാജ്യങ്ങളിലും വാടകയ്ക്ക് പെണ്ണുങ്ങളെ കല്യാണമല്ലല്ലോ ഇപ്പൊ നടക്കണത്. പിന്നെ വാടകയ്ക്ക് എടുക്കുക. ഒരു പെണ്ണിനെ വാടകയ്ക്ക് എടുക്കുക. ഒരു 3, 4 കൊല്ലം ഒരു ഭാര്യ ഭർത്താക്കന്മാരമാര് ജീവിക്കുക. എന്നിട്ട് പിന്നെ ഓൾക്ക് കൊടുക്കാൾ കൊടുത്തു വിടുക. ഈ സംസ്കാരം നമ്മളെ നാട്ടിലേക്കും വരും. ബാക്കിയുള്ളൊക്കെ വന്നു അതും കൂടെ വരാൻ ബാക്കിയുള്ളൂ. വസ്ത്രങ്ങൾ വരെ ഒരു ദിവസം മാത്രം മണവാളൻ അന്നെടുക്കണ്, പിന്നെ അത് ഇടാൻ പറ്റൂല. മണവാട്ടിക്കും അങ്ങനെ അന്നെടുക്കണ്, പിന്നെ അത് ഇടാൻ പറ്റൂല. അള്ളാഹു ഇഷ്ടപ്പെടും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്താനിന്റെ സഹോദരങ്ങളാണ്. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു ഒരിക്കലും പൊറുക്കൂല, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല. റബ്ബിന് വെറുപ്പാണത്. അതല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം അയച്ചു വെച്ച്, ഈ മേക്കപ്പൊക്കെ അയച്ചു വെച്ച്, ഡ്രസ്സൊക്കെ അയച്ചു വെച്ച് വീട്ടിൽ പെരുമാറാൻ അറിയാത്ത പെണ്ണ്, സ്വഭാവം 5 കാശിനില്ല നമ്മൾ പറയല്ലോ, പെരുമാറാൻ അറിയില്ല, മാതാപിതാക്കളാരാ അയൽവാസികളാരാ എങ്ങനെ വർത്താനം പറയണമെന്ന് പോലും അറിയില്ല. കാരണം എന്താ? കൽബ് അങ്ങനെ കിടക്കുക. കൽബ് നന്നായിട്ടില്ല, പുറമോടിയ നന്നായത്. എന്തിന് പറ്റും സഹോദരങ്ങളെ? സമാധാനം ഉണ്ടാകുക വീട്ടില്, സന്തോഷം ഉണ്ടാകുക വീട്ടില്. അപ്പൊ എന്താ വേണ്ടത്? ഹൃദയത്തിന് അലങ്കാരമുണ്ടാകണം,
അള്ളാഹു ഖുർആനിൽ പറയാ എങ്ങനെയാണ് അലങ്കാരം ഉണ്ടാകുക? ഈമാൻ കൊണ്ടാണ്. ഈമാൻ ഉണ്ടാക്കണം, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാകണം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണത് ചെയ്യലല്ല, എല്ലാവരും ചെയ്യണത് ചെയ്യലല്ല ഈമാൻ, എല്ലാവരും കാണിക്കുന്നത് കാണിക്കലല്ല ഈമാൻ. നാട്ടിലെ കല്യാണം അങ്ങനെയാണ്, ഓഡിറ്റോറിയ കല്യാണം നമ്മൾ കാണുന്നതും നമ്മൾ കൂടുന്നതും നമ്മൾ പോയി എളാപ്പാന്റെ മക്കൾ മൂന്നാപ്പാന്റെ മക്കളൊക്കെ സഹോദരങ്ങൾ ഇസ്ലാമിലൊരു കല്യാണമല്ലേ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചൊരു കല്യാണമല്ലേ, ഒരു മുഅ്മിൻ നടത്തേണ്ട ഒരു കല്യാണമല്ലേ, ഒരു മുസ്ലിമിന്റെ കല്യാണമല്ലേ? അതില്ല. അതെന്താ പറ്റാത്തത്? അതെന്താ പഠിക്കാത്തത്? അതുണ്ടാവണ്ടേ? കൂടിച്ചേരലാണോ? ആണും പെണ്ണും കൂടിച്ചേരാൻ പാടുണ്ടോ? ഇഖ്തിലാത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? എവിടെയാണ് നമ്മളുള്ളത്? ഈമാൻ ഉണ്ടാകണം. ഈമാൻ ഉണ്ടോ എങ്കിൽ സഹോദരങ്ങളെ ആ ഹൃദയത്തിന് അലങ്കാരമുണ്ടാകും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കേട്ടോളൂ. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു തആല വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, ഈമാൻ പ്രിയപ്പെട്ടതാക്കി തീർക്കും അല്ലാഹ്. ഏറ്റവും പ്രിയപ്പെട്ടത് കൂട്ടുകാരും നാട്ടുകാരും ചങ്ങാതിമാരും ഒന്നുമല്ല. ഫ്രണ്ട്സിനെ എങ്ങനെ മുടക്കുക, ചങ്ങായിമാരെങ്ങനെ പിണക്കുക, ഓർക്കൊക്കെ എടുത്തുകൊടുക്കണ്ടേ? ഇത് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരിക്കും? ഇവരൊന്നുമല്ല, കൂട്ടുകുടുംബങ്ങളും സ്നേഹിതന്മാരും ഒന്നുമല്ല. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാനായിരിക്കും ഒരു മുഅ്മിനിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഏറ്റവും പ്രിയപ്പെട്ടത് ഈമാനാ. അപ്പൊ അല്ലാഹ് എന്ത് ചെയ്യും? വസയ്യനഹു ഫീ ഖുലൂബിക്കും, അവിടെ കൽബിന് അല്ലാഹു തആല സീനത്ത് കൊടുക്കും. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഹൃദയത്തിന് അല്ലാഹു അലങ്കാരം കൊടുക്കും, ഭംഗി കൊടുക്കും. ഇതെല്ലാവർക്കും കിട്ടൂല. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഫളിലം മിനല്ലാഹി വ നിഅമ, ഫളിലം മിനല്ലാഹി വ നിഅമ, അല്ലാഹുവിന്റെ അങ്ങേ അറ്റത്തെ നിഅമത്തും ഫളിലുമാണ്, അനുഗ്രഹവും. അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവുമാണ് പറഞ്ഞത്, ഔദാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും കിട്ടൂല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണത്? അല്ലാഹുമ്മ സയ്യിന്നാ ബിൽ ഈമാൻ, പഠിച്ചു വെക്കണം, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ സയ്യിന്നാ ബിൽ ഈമാൻ, അല്ലാഹുവേ ഈമാൻ കൊണ്ട് എനിക്ക് ഭംഗി കൊണ്ട പടച്ചോനെ, ഈമാൻ കൊണ്ട് എനിക്ക് ഭംഗി കൊണ്ട പടച്ചോൻ എന്നാണ്. ഹൃദയത്തിന് ഈമാൻ കൊണ്ട, ഹൃദയത്തിന് ഭംഗി കൊണ്ട പടച്ചോൻ എന്നാണ്. അല്ലാഹുമ്മ സയ്യിന്നാ ബിൽ ഈമാൻ വജ്അൽനാ ഹുദാതൻ മുഹ്തദീൻ, ഇതാണ് പ്രാർത്ഥന. നബി എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥന, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജ്അൽനാ ഹുദാതൻ മുഹ്തദീൻ. അല്ലാഹുവേ സന്മാർഗം തേടിയവനും കിട്ടിയവനും ആ സന്മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവനുമാകണം പടച്ചോനെ. അതിന് ഈമാന് വേണം. ആ ഈമാന് കൊണ്ട് എനിക്ക് ഭംഗി കൂട്ടി പടച്ചോനെ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഹൃദയമായിരിക്കണം സഹോദരന്മാരെ നമ്മുടെ ഹൃദയം. ഈ മിടിപ്പ് നിലക്കുന്നതിന് മുമ്പ് അത്തരം ഹൃദയത്തിന്റെ ആളുകളായിട്ട് മാറണം. 10ാമത്തേത് വജിലത്ത് ഖുലൂബ്, നടുക്കമുള്ള ഹൃദയം. എന്ത് കേട്ടാലും ആര് കുലുങ്ങിയാലും കുലുങ്ങൂല എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു ഹൃദയം നമുക്കുണ്ടാവരുത്. ഒരു മുഅ്മിനിന് ഉണ്ടാവാൻ പാടില്ല. ഒരു മുഅ്മിനിന്റെ ഹൃദയം നടുങ്ങുന്ന ഹൃദയമായിരിക്കണം. എപ്പോഴാണ്, എന്തിനാണ് നടുങ്ങേണ്ടത്? എന്തെങ്കിലും ദുരന്തം കണ്ടിട്ട് നടുങ്ങല്ല, എന്തെങ്കിലും അപകടങ്ങൾ കണ്ടിട്ട് നടുങ്ങല്ല, എന്തെങ്കിലും ഒരു കണ്ണിന് ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് നടുക്കുന്ന ആ നടുക്കത്തെ കുറിച്ചല്ല. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു ഇന്നമൽ മുഅ്മിനൂന, ആരാണ് മുഅ്മിനുകൾ? മുഅ്മിനുകൾ അവർ മാത്രമാണ്. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹിനെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ ഒരു ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ, ഇദാ ദുക്കിറല്ലാഹ്, അത് കേട്ടാൽ വജിലത്ത് ഖുലൂബുഹും, ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹിനെ പറ്റി പറയപ്പെട്ടാൽ, കേൾക്കപ്പെട്ടാൽ, കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ, ദീന് പറഞ്ഞാൽ ഹൃദയം നടുങ്ങും. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ, ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ആരും ഒറ്റപ്പെടുത്തിയാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവർ റബ്ബിൽ തവക്കുലാക്കും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് ഒറിജിനൽ മുഅ്മിനീങ്ങൾ. അപ്പൊ എന്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് ഉറപ്പായി, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഉറപ്പ്. അള്ളാഹ് പറയാ ഉലൈക ഹുമുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ മതി, അവരാണ് മുഅ്മിനീങ്ങൾ എന്ന്. പക്ഷെ അള്ളാഹ് നിർത്തിയില്ല, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, ഈ പറഞ്ഞവരാണ് ഒറിജിനൽ മുഅ്മിനുകൾ. ആ ഒറിജിനാലിറ്റി നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് ഉയർന്ന പദവിയുണ്ട്. വമഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാല്, ഒരു മയ്യത്ത് നമ്മൾ കാണുമ്പോൾ ആദ്യം എന്താ പറയാ? അല്ലാഹു മഗ്ഫിർ ലഹു
വർഹംഹു വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അള്ളാഹ് ഈ ആയത്തിൽ പറയാ മഗ്ഫിറത്തുണ്ട്, ദറജ ഉയർത്തി കൊടുക്കും. ആർക്ക്? ഒറിജിനൽ മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ കഴിയണം, അവർക്കാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹൃദയത്തിന് നടുക്കമുണ്ടാകണമെങ്കിൽ, വജിലത്ത് ഖുലൂബ് ആകണം നമ്മളെ ഹൃദയമെങ്കിൽ, ആ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. സഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പള്ളിയിൽ വെച്ച് ഫവഅലനാ മൗഇലതൻ ബലീഗതൻ, ഒരു പ്രസംഗം നടത്തി. ദറഫത്ത് ഐന ദറഫത്ത് മിൻഹൽ അഗ്യുൻ, അത് കേട്ടപ്പോൾ ഞങ്ങളെ കണ്ണുകൾ നിറഞ്ഞു. വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളെ ഹൃദയങ്ങൾ നടുങ്ങി. ഞാൻ പറഞ്ഞ ആയത്ത് സൂറത്ത് അൻഫാലിലെ ആദ്യത്തെ ആയത്തുകളാണ്. അതിലും പറഞ്ഞ് അവർ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഹൃദയം നടുങ്ങുന്ന, അത് കേൾക്കണം. ആര് കേൾക്കണം? ആണും കേൾക്കണം, പെണ്ണും കേൾക്കണം. റസൂലുള്ളാഹിന്റെ പ്രസംഗം വഅദ് കേൾക്കാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ആണുങ്ങൾ മാത്രമായിരുന്നില്ല, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റും, വലിയ ചർച്ച നടക്കുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പറഞ്ഞു. ഒരു ഹദീസും 2 ഹദീസും 10 ഹദീസും 15 ഹദീസും ഒന്നുമല്ല സഹോദരങ്ങളെ. സ്ത്രീകൾക്ക് പള്ളിയിൽ വരാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്ന ഹദീസ്, അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കണം എന്ന ഹദീസ്. എത്ര ഹദീസുകളാ! ഇനി നബിന്റെ പള്ളിയിൽ ഉണ്ടായിരുന്നോ? നബി മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്നോ? അതിന് ശേഷം ഒന്നും ആയത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ. ആയത്ത് നബി മരിക്കണവരല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. ഏതായത്താണെങ്കിലും ഒരായത്ത് ഇറങ്ങിയാൽ പിന്നെ ആയത്തിന്റെ എതിര്, പള്ളിയിൽ സ്ത്രീകൾ പോകാൻ പാടില്ല എന്നുള്ള ആയത്തുണ്ടെങ്കിൽ ആ ആയത്തിന് എതിരിൽ നബിന്റെ ഭാര്യമാര് പ്രവർത്തിക്കോ? നബിന്റെ ഭാര്യമാര് നമ്മളെ ഉമ്മമാരാ, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളമ്മാരാ. നബിന്റെ ഭാര്യമാര് പ്രവർത്തിക്കോ? ആയിഷ ബി പറയാണ്, കുന്നാനത്തക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു. ഇത്തിക്കാഫ് ഇരിക്കുന്ന പള്ളി ഏതാ? ജുമായും ജമാഅത്തൊക്കെ ഉള്ള പള്ളി ഇത്തിക്കാഫ് ഇരിക്കുക. പള്ളിയിൽ ഇത്തിക്കാഫ് ഇരുന്നിരുന്നു. പള്ളിയിൽ ഹദീസ ഇമാം ബുഖാരിന്റെ. നബി മരിച്ചതിന് ശേഷം തവഫ, നബിന്റെ മരണത്തിന് ശേഷം അസ്വാജു, നബിന്റെ ഭാര്യമാര് നബി മരിച്ചതിന് ശേഷം വീണ്ടും ഇരുന്നിട്ടുണ്ട് നാ ഇത്തിക്കാഫ്. ബുഖാരിന്റെ ഹദീസ. പള്ളിയിൽ സഫ്, ഹദീസിൽ കാണാം ഖൈറു സുഫൂഫ് റിജാലി അവ്വലുഹ, ഏറ്റവും ഹൈറായ സഫ് പുരുഷന്മാരുടെ മുന്നിലെ സഫ്. ആദ്യം വന്ന മുന്നിക്ക് കയറിയിരിക്കണം. റസൂലിന്റെ ഹദീസ. വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ, സ്ത്രീകളുടെ സഫ് പള്ളിയിലെ ഏറ്റവും ബാക്കിലായിരിക്കണം ഉണ്ടാവേണ്ടത്, ഏറ്റവും ബാക്കിലെ സഫ. അപ്പൊ പെണ്ണുങ്ങൾക്ക് സഫ് ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് വന്നപ്പോൾ ഒരു കയറ് കണ്ട അവിടെ. നബി ചോദിച്ചത് എന്താ ഈ കയറ് എന്ന്. അപ്പൊ അവർ പറഞ്ഞു, സൈനബ റളിയല്ലാഹു തആല അൻഹക്ക് നിസ്കരിച്ച് കുറെ കഴിയുമ്പോൾ ക്ഷീണം തോന്നുമ്പോൾ അവർക്ക് നിസ്കാരത്തിൽ പിടിക്കാൻ വേണ്ടി കെട്ടിയ കയറാണ്. പിന്നെ നബി പറഞ്ഞു, അതണ്ട് കഴിച്ച് മാറ്റിക്കളാന്ന് പറഞ്ഞു. നിൽക്കാൻ കഴിയെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ മതി, അയിമ പിടിച്ച് നിസ്കരിക്കണ്ട പറഞ്ഞു നബി. നിൽക്കാൻ കഴിയും ഇരുന്നാൽ മതി. ഇതെവിടെ? പള്ളിയിൽ. സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരെ വാദം അത് ഹറാമാണെന്നാ. ഹറാമാന്ന് പറയും, എന്നിട്ട് വീടാണ് ഉത്തമം എന്നുള്ള ഹദീസും പറയും. ഒരു ഗ്ലാസ് ചായയും ഒരു ഗ്ലാസ് പാലും വെച്ചു. ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് പാലും വെച്ച്, പാലാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ ചായ ഹറാമാന്ന് വരുമോ? വരൂലല്ലോ. സ്ത്രീകൾക്ക് പള്ളി ഹറാമാന്ന ഹദീസ് അതാ ഉത്തമമാണ്. അത് നബി ആരോടാ പറഞ്ഞത്? നബിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചു വരികയാണ് ഒരു പെണ്ണ്. അപ്പൊ അവിടെ നിസ്കാരം ഉണ്ട്. ഇത് എവിടുന്നാ വരണേ? കുറേ ദൂരത്തുനിന്നാ വരണേ. ആ ഒരു പെണ്ണിനോട് പ്രത്യേകം നബി പറഞ്ഞതാ, നീ നിന്റെ നാട്ടിലെ പള്ളിയാണ് നിനക്ക്, നിന്റെ ഗോത്രത്തിലെ പള്ളിയാണ്, അതല്ലെങ്കിൽ നിന്റെ വീടാണ് നിനക്കുത്തമം എന്ന്. അത് ആ ഒരു പെണ്ണിന് ഇത്രയും ദൂരം, അതൊരു ഫിത്തനയാണ്, ഭയപ്പെട്ടതാ. ഇന്ന് അതൊന്നും പ്രശ്നമില്ല. ജാറത്തിലും മക്ബറയിലും പുതിയങ്ങാടി എടുത്താണല്ലോ, ഒന്ന് പോയി കാണാ പെണ്ണ കൂടുതൽ അവിടെ. ഇത് പ്രസംഗിക്കണം വയത് പറഞ്ഞ ആൾക്കാർ ഉത്തരം മറുപടി പറയേണ്ടതല്ലേ. മക്ബറകളിൽ ജാറങ്ങളിൽ ആണാ പെണ്ണ കൂടുതൽ? ഒന്ന് മമ്പുറത്ത് പോയി നോക്കി.
അവിടെ നിന്ന് ഫിത്തനല്ലേ? അപ്പോ സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം, നിർബന്ധമില്ല. വന്നാ കൂലി കിട്ടുമോ? കൂലി കിട്ടും. നബിന്റെ ഭാര്യമാര് പള്ളിയിൽ ഉണ്ടായിരുന്നോ? നിസ്കരിച്ചിരുന്നു. ജുമായിൽ ജമാഅത്തിനും പങ്കെടുത്തിരുന്നു. വ്യക്തമായ ഒട്ടനവധി ഹദീസുകൾ ഉണ്ട്, ഒന്ന് രണ്ടുമല്ല. ലോകത്തുകൾ പോയി നോക്കി, കേരളത്തിൽ ഇട്ടാവട്ടത്തിലല്ലാതെ എവിടെ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നോക്കും നിങ്ങൾ, സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നു. അവർക്ക് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇപ്പം പറഞ്ഞ് അവസാനം നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം പള്ളിയോട് ചേർന്ന് കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചു. എന്നാലും പള്ളി ഹറാമാണെന്നുള്ള ഫത്വ എപ്പോഴും പോയിട്ടില്ല. ആ ഫത്വ തിരുത്തണ്ടേ? പള്ളി ഹറാമാന്നുള്ളതാ ഫത്വ. അതിനാണ് പുസ്തകങ്ങൾ എഴുതിയത്. ആ പുസ്തകങ്ങൾ ഇന്നുമുണ്ട് ഹറാമാണെന്ന് പറയാൻ. അപ്പോ സ്ത്രീകൾ പള്ളിയിൽ വന്നാൽ ഉപദേശങ്ങൾ കേൾക്കാം, കുട്ടികളെ എങ്ങനെ വളർത്തണം, സ്ത്രീകൾ എങ്ങനെ പുരുഷന്മാരോട് പെരുമാറണം, മരിച്ചു പോകണം. ആണുങ്ങൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും മരണപ്പെട്ടു പോകണം, ഖബറുണ്ട്, വിചാരണയുണ്ട്. ഇതെല്ലാം കേൾക്കണം. അവർ ഖുത്ബയിൽ കേൾക്കണം. വജ്ലത്ത് ഖുലൂബ്, ഹൃദയങ്ങൾക്ക് നടുക്കമുണ്ടാകും. ഒരു പെണ്ണ് നന്നായാൽ ഒരു വീട് നന്നായി, ഒരു കുടുംബം നന്നായി. സഹോദരങ്ങളെ, ഇനിയുമുണ്ട്. 2 നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പരാജയപ്പെട്ടവരാവരുത്, തോറ്റവരാവരുത്. ഇലക്ഷൻ കഴിഞ്ഞു, എല്ലാവരും ജയിക്കൂല. ചിലപ്പോ തോറ്റ സ്ഥാനാർത്ഥിയാകും ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ വ്യക്തിത്വം കൊണ്ടും പ്രഭാവം കൊണ്ടും ഒക്കെ ഉത്തമൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അമിതമായി വിജയം ആഘോഷിക്കണ്ട. ഒരാളെയും നിങ്ങൾ അപഹസിക്കുന്ന മോശപ്പെട്ട വാക്കുകൾ പറയരുത്. പരിഹാസങ്ങളും കളിയാക്കലും ഉണ്ടാകരുത്. നിങ്ങൾ ആരെയാണോ പരിഹസിക്കുന്നത്, ആ പരിഹസിക്കുന്നവർ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഉത്തമന്മാരായേക്കാം. ഖുർആനിലെ ആയത്താ. അതുകൊണ്ട് നമ്മൾ വിജയം ആഘോഷിച്ച് നമ്മൾ തോറ്റോലാകരുത്. മൽ മുഫ്ലിസ്, നബി ചോദിച്ചു സഹാബികളോട്, ആരാടാ തോറ്റവർ, ആരാണ് പരാജയപ്പെട്ടവർ? തദ്റൂന, നിങ്ങൾക്കറിയോ തോറ്റവരാരാ, എല്ലാം നഷ്ടപ്പെട്ടവരാരാ, പരാജയപ്പെട്ടവരാരാന്നറിയോ? അവര് പറഞ്ഞു, ലാ ദിർഹമ വലാ മാല, മുതലില്ലാത്തോലാന്ന് അല്ല. റസൂൽ പറഞ്ഞു, മറിച്ച് ഒരുപാട് അമലുണ്ട്, നിസ്കാരവും കാര്യമൊക്കെ ഉള്ളോലാ. ജമാഅത്തും നിസ്കാരവും ജുമയും എല്ലാം പങ്കെടുക്കുന്ന ആൾക്കാരാണ്. നല്ല നല്ല കുറെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ റോട്ടുമത്തുള്ളാനും ചാടാനും പോകും. അങ്ങനെ എന്താ ഉണ്ടാകാന്നറിയോ? അപ്പൊ അവിടെ അപ്പുറത്തുള്ളവനെ പറ്റി, തോറ്റോലെ പറ്റി പലതും പറയും, പല അപഹാസങ്ങളും പരിഹാസങ്ങളും കളിയൊക്കാക്കല. അതുകൊണ്ട് അതൊക്കെ എടുത്തു കൊടുത്തു എന്നാ റസൂൽ പറഞ്ഞത്. ഇഷ്ടമില്ലാത്തത് പറഞ്ഞു, മറ്റുള്ളവനെ അപഹസിച്ചു, മറ്റുള്ളവനെ ചീത്ത പറഞ്ഞു, മറ്റുള്ളവൻ ഇഷ്ടമില്ലാത്ത വാക്ക് പറഞ്ഞു. അതുകൊണ്ട് ഇവന്റെ അമലൊക്കെ പോയി എല്ലാം ഒന്നും ഇല്ലാതെ പരലോകത്ത് വരും. അതുകൊണ്ട് വിജയം ആഘോഷിച്ച് തോറ്റവരായി മാറാതിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നിലനിർത്തി ജീവിച്ച് മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ യുവതയെ, നമ്മളെ യുവാക്കളെ അള്ളാഹു നിർവഴിക്ക് നടത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. എത്ര കാലമാണ് ആയുസ്സെങ്കിലും അത്രയും കാലം ആരോഗ്യത്തോടുകൂടി ജീവിച്ച്, അങ്ങനെ തന്നെ ഒരാൾക്കും ഭാരമാകാത്ത ആരോഗ്യത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആവശ്യപ്പെട്ടവരുണ്ട്. നമ്മുടെ ഒരു ഖുർആൻ പഠിതാവായ സഹോദരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് ലിവറിന് ക്യാൻസർ ആണെന്ന് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. വളരെ പ്രയാസത്തിലാണ്. അള്ളാഹു തആല രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ സഹോദരന്റെ വല്യുമ്മ ICUവിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു തആല ഉമ്മാക്ക് ശാന്തിയും സമാധാനവും രോഗശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരി, അവർക്ക് ക്ലാസ്സിന് വരാൻ പറ്റാത്ത വിധം ശരീരത്തിൽ വളരെ പ്രയാസകരമായ രൂപത്തിൽ തൊലികളിലുള്ള രോഗങ്ങൾ കാരണം പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹു തആല രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ, اللهم ارحم موتانا وموتى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك